നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ കേസിൽ ഇഡി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ പ്രതിഫലനമാണ് ഇന്ന് കണ്ടത്. 2 മാസം മുൻപ് തന്നെ ഇഡി CPMന്റെ ചില അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിലുള്ളത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. അതുമാത്രമല്ല, കേന്ദ്ര ധനമന്ത്രാലയത്തിനും ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ, കരുവന്നൂർ ബാങ്കിൽ കള്ളക്കളി നടത്തിയ ആളുകളെ വെറുതെ വിടില്ല എന്നുള്ള ഉറപ്പ് ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥിക്ക് നൽകിയത്. ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ എന്ന പ്രതിഭാസം ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തീരദേശവാസികൾ ഇപ്പോൾ ദുരിതത്തിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും കടൽക്ഷോഭം ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സാധാരണക്കാരുടെ പണം തട്ടിയവരെ വിടില്ലെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വെറുതെയല്ലെന്ന് തെളിയുന്നു. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 5 രഹസ്യ അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. ഓഡിറ്റിൽ നിന്ന് മറച്ചുവെച്ച അക്കൗണ്ടുകളിലൂടെ നടന്നത് കോടികളുടെ ഇടപാടുകളെന്ന് ഇഡി. ചോദ്യത്തിൽ നിന്ന് തെന്നിമാറി മുഖ്യമന്ത്രി. CPMുമായി കൂട്ടിക്കെട്ടാനുള്ള മോദിയുടെ നീക്കമെന്ന് MV ഗോവിന്ദൻ. കേരളത്തിന് കൂടുതൽ കടമെടുക്കാൻ അനുമതിയില്ല. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾക്ക് എത്ര കടമെടുക്കാമെന്ന് ഇനി വിശാല ബെഞ്ച് തീരുമാനിക്കും. കേരളത്തെ നടുക്കി വീണ്ടും കാട്ടാന ആക്രമണം. പത്തനംതിട്ട പമ്പാവാലിയിൽ ഓട്ടോ ഡ്രൈവർ ബിജുവിനെ കൊന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട് മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതിയിലും മണിപ്പൂരിലും രാഹുൽ എന്ത് ചെയ്തുവെന്ന് ചോദ്യം. ഇന്ത്യ സഖ്യ റാലിയിൽ നിന്ന് കോൺഗ്രസും പാഠം ഉൾക്കൊള്ളണമെന്ന് പിണറായി വിജയൻ. വെള്ളമില്ലാത്തതിനാൽ ബംഗളൂരു കമ്പനികളെ മന്ത്രി P. രാജീവ് കേരളത്തിലേക്ക് ക്ഷണിച്ചതിനെതിരെ കർണാടക വ്യവസായ മന്ത്രി. സാഹചര്യം മുതലാക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് നല്ലതല്ലെന്ന് YB പാട്ടീൽ. IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ മറക്കരുതെന്നും കർണാടക മന്ത്രി. കേരള തീരത്തെ അപ്രതീക്ഷിത കടൽക്ഷോഭം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നും കടലാക്രമണത്തിന് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. മുന്നറിയിപ്പ് നൽകുന്നതിൽ വൻ വീഴ്ച. അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക്. ED കസ്റ്റഡിയിൽ നിന്ന് ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി മുഖ്യമന്ത്രിയെ തിഹാറിലേക്ക് കൊണ്ടുപോകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2 മാസം മുൻപ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ ബാങ്കിലെ CPMന്റെ ചില രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല, ധനമന്ത്രാലയത്തിനും RBIക്കും ഇതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ED നൽകിയിരുന്നു. CPMന്റെ അക്കൗണ്ടുകൾ പൂട്ടിക്കുന്നതിനുള്ള നീക്കം കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂർ ബാങ്കിൽ കള്ളക്കളി നടത്തിയവരെ വെറുതെ വിടില്ല എന്നുള്ള ഉറപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ED നടത്തിയിട്ടുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CPMന് 5 അക്കൗണ്ടുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ബാങ്കിൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ED നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതുമാത്രമല്ല, ഈ അക്കൗണ്ടുകളിലൂടെ നടന്ന ഇടപാടുകളെ കുറിച്ച് ഓഡിറ്റ് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓഡിറ്റിംഗിൽ നിന്ന് ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ മറച്ചുവെച്ചിരുന്നു എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാനി പോൾ ചേരും. അതിനു മുൻപ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറി ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം.
ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്. ഒറ്റ കാര്യം ഇനിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണിയായിട്ടുണ്ടാവും. നോക്കിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് CPM-നെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കാൻ പറ്റുക എന്നുള്ള കാര്യം നരേന്ദ്രമോദി തന്നെ പ്ലാൻ ചെയ്യുകയാണ്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പണ്ടെല്ലാം ആളുകൾ ധരിച്ചിരുന്നത് കുറച്ച് മൂല്യമുണ്ട് എന്നാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഉള്ളതേ ഉള്ളൂ എന്ന്. ഞാൻ അങ്ങനെയാ പറയുന്നത്. പ്രധാനമന്ത്രിയെ പറ്റി അതിനപ്പുറം പറഞ്ഞാൽ ശരിയാവില്ലോ. ഉള്ളതേ ഉള്ളൂ എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഉൾപ്പെടുത്തി ഞാൻ കേരളത്തിലേക്ക് വരാം. അത് ഇതിനിടെ 2-3 വിധി വന്നു. ഒന്ന് ഇലക്ഷൻ ഫണ്ടിന്റെ വിധി, അതിനു മുമ്പ് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിധി, പിന്നെ ന്യൂ മീഡിയയിൽ ഇടപെടുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചതിന് എതിരായിട്ടുള്ള വിധി. ഇതൊക്കെ വന്നപ്പോൾ പ്രകോപിതനായിട്ട് സാധാരണ ഒരു RSS പ്രവർത്തകൻ എങ്ങനെയാണോ പെരുമാറുക, അതാ ഞാൻ പറഞ്ഞത്. എന്താണോ അദ്ദേഹം അതാവാനേ അദ്ദേഹത്തിനാവുള്ളൂ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതാ അപ്പോൾ പ്രതികരണം വന്നു. എല്ലാം പുരാണത്തിലാണല്ലോ ഈ RSS-കാർ പറയാം. അറിഞ്ഞിട്ടൊന്നും പറയുന്നൊന്നുമല്ല, ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു എന്നാണ് ഉപ്പ്. പക്ഷെ പുരാണ പറയാ. കരുവന്നൂർ ബാങ്കിൽ ED-യുടെ നീക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് CPM രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ പോവുകയായിരുന്നു. ഇപ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. CPM-ന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് പോലെയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകാം എന്നുള്ള പ്രതീതി കൂടി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇത്. ഇതേക്കുറിച്ച് ED വൃത്തങ്ങൾ എന്തെങ്കിലും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? സാധാരണയായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ പ്രസ് റിലീസുകളൊക്കെ വരാറുള്ളതാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ED-യുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമായിട്ട് വരുന്നുണ്ടോ? മഞ്ജുഷ, ഇത് സംബന്ധിച്ചൊരു കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറിയിപ്പുകളിലേക്കോ ED കടന്നിട്ടില്ല. രാവിലെ നടത്തിയ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ED-യുടെ ഒരു നീക്കത്തിന്റെ തുടർച്ചയാണ് പിന്നീട് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED മുന്നോട്ട് പോകുന്നു. അത് കൂടുതൽ കാര്യമായിട്ട് തന്നെ നേരത്തെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൊച്ചിയിലെ ED ഓഫീസ് നടത്തുമ്പോൾ അതിൽ കൂടുതൽ ദൂരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ED മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അത് തെല്ലിട ഒന്ന് മന്ദീഭവിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ പല കോണുകളിൽ നിന്നും ED-യുടെ 2ാം ഘട്ട അന്വേഷണം മന്ദഗതിയിലാകുന്നു എന്നൊരു ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു, അതിൽ അറസ്റ്റ് നടന്നിരുന്നു. പിന്നീട് മറ്റ് അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ നടന്നില്ല. കോടതി പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, അന്വേഷണം മറ്റുള്ളവർക്കിലേക്ക് നീങ്ങുന്നില്ല, കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഇല്ലേ എന്ന് കോടതി പോലും ഒരിക്കൽ കേസ് പരിഗണിക്കുമ്പോൾ ഇടപെടേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ED ഇപ്പോൾ നടത്തിയിരിക്കുന്ന നീക്കമാണ്. ഇത് സംബന്ധിച്ച CPM-ന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഓഡിറ്റ് വിവരങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ഒപ്പം 100 കോടിയോളം രൂപയുടെ ഒരു ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന സംശയവും എല്ലാം തന്നെ ED ഇക്കാര്യങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ RBI-ക്കും എല്ലാം തന്നെ വ്യക്തമായിട്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങൾ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഈ കേസുമായി എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അതിൽ യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെയും CPM-ന്റെ നില ഇക്കാര്യത്തിൽ കൂടുതൽ പരുങ്ങലിലേക്ക് എത്തിയിരുന്നു. കാരണം CPM-ന്റെ ഉന്നത നേതാക്കൾ തന്നെയും ഇതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും, ഇതിൽ ED-ക്ക് മറുപടി കൊടുക്കേണ്ടി വരും എന്ന രീതിയിൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി കൂടിയായ MM വർഗീസിനെ തന്നെ 4 തവണയാണ് ED ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. മുൻ മന്ത്രിയും MLA-യുമായ AC മൊയ്തീൻ ഒരു തവണ ED-ക്ക് മുന്നിലേക്ക് വന്നു. അങ്ങനെ പല കാര്യങ്ങളിലും CPM-ന്റെ പ്രതിരോധം ഈ കേസുമായി ബന്ധപ്പെട്ട തീർത്തും ദുർബലമാവുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിലാണ് ED-യുടെ ഈ ഒരു നീക്കം കൂടി വന്നിരിക്കുന്നത്.
ഇത് രാഷ്ട്രീയ പരമായിട്ട് വലിയ രീതിയിൽ തന്നെ CPM-ന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നേരത്തെയും കരുവന്നൂർ വിഷയത്തിൽ CPM വലിയ രീതിയിലേക്ക് പ്രതിരോധത്തിലേക്ക് ആണ്ടുപോയിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ കാലം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ കൂടി നിൽക്കുമ്പോൾ ഈ നീക്കം ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും അത് CPM-ന് കൂടുതൽ കുരുക്കാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഞ്ജുഷ്. ശരിയാണ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഇഡിക്ക് നേരെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ ചില നിർണായകമായ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് CPM-ന്റെ 5 അക്കൗണ്ടുകൾ, ഇതിനെതിരായിട്ടുള്ള വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും RBIക്കും ധനമന്ത്രാലയത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നേരത്തെ സുപ്രീം കോടതിയിൽ കേരളം കടമെടുപ്പിന്റെ പരിധി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. എന്നാൽ ഈ ഹർജിയിൽ ഇപ്പോൾ തീർപ്പാകുന്നില്ല. ഭരണഘടനാ ബെഞ്ചിന് ഈ ഹർജി വിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. ഇനി ഭരണഘടനാ ബെഞ്ചായിരിക്കും ഈ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്തിന് തൽക്കാലം കടമെടുക്കുവാനുള്ള പരിധി കൂട്ടി കിട്ടുന്നില്ല. കൂടുതൽ തുക കടമെടുക്കുവാൻ കേരളത്തിന് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൻ്റെ നിർണായകമായ നീക്കം നിയമ വഴിയിൽ നേടിയെടുക്കുവാനുള്ള, കടമെടുക്കുവാനുള്ള അവകാശം നേടിയെടുക്കുവാനുള്ള കേരളത്തിന്റെ നീക്കം തൽക്കാലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനി ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഇത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാമല്ലോ. കാരണം ഉടനടി കേരളത്തിന് കടമെടുപ്പ് പരിധി കൂട്ടിക്കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ. പക്ഷേ ഇക്കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് വിധിയിൽ വ്യക്തമാണല്ലോ. അതുമാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ തരത്തിൽ നീതി കിട്ടുന്നതിന് വേണ്ടി കടമെടുപ്പിന്റെ പരിധി പൊതുവെ കേന്ദ്രം കൂട്ടണോ എന്നുള്ള കാര്യമല്ലേ ഇനി ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കുക? മഞ്ജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് പ്രധാനമായും 2 ഹർജികളാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിൽ പ്രധാന ഹർജി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുക്കാൻ കഴിയുമെന്ന് ഉള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയായിരുന്നു. മറ്റൊന്ന്, നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തരമായി 10,000 കോടി രൂപ നൽകണം, കേന്ദ്ര സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യ ഹർജിയിലാണ്, പ്രധാനപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്, 5 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. മറ്റേ ഹർജി 10,000 കോടി അടിയന്തരമായി നൽകണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഒരു തിരിച്ചടി തന്നെയാണ് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിലൊരു അനുകൂല നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കോടതി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 293 അനുച്ഛേദ പ്രകാരമാണ് ഓരോ സംസ്ഥാനത്തിനും എത്ര തുക നൽകുക, എത്ര കടമെടുപ്പ് പരിധി നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ 293 അനുച്ഛേദം ചോദ്യം ഇതുവരെയും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് കേരള സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2 അംഗ ബെഞ്ചിന് പരിഗണിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ വിഷയം ഇടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കട്ടെ എന്നുള്ള അത് പരിഗണിക്കുന്നത് ഉചിതമാകുമെന്നുള്ളൊരു തീരുമാനം 2 അംഗ ബെഞ്ച് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 6 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട, 6 വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വരുന്നുണ്ട്. അത് കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അത് ഉചിതമായി തീരുമാനമെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് വിശദാംശങ്ങൾ ഇനി അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഇനി ലഭ്യമാകാനായിട്ടുണ്ട്. അതായത് 6 വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉള്ളത്, ഒന്ന്, കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് അത് ഈ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളൊരു ആവശ്യമുണ്ട്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടമെടുപ്പ് അത് ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തരുത് തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 വിഷയങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഭരണഘടനാ ബെഞ്ച് വിട്ടതോടുകൂടി ഭരണഘടനാ ബെഞ്ച് ഏതാണ് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറെ കാലതാമസമെടുക്കും. ഒപ്പം തന്നെ ഇനി ആദ്യം മുതൽ തന്നെ ഇതിന്റെ വാദം കേൾക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇനിയും ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കൂടി ഒരു വിഷയം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കേരളത്തിന് തൽക്കാലം ആശ്വസിക്കുവാനുള്ള വകയില്ല ഈ വിഷയത്തിൽ. കാരണം അടിയന്തരമായിട്ട് കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന ആവശ്യമായിരുന്നു കേരളം ഉന്നയിച്ചിരുന്നത്. അതിന് സുപ്രീം കോടതിയിൽ നിന്ന് അംഗീകാരം കിട്ടിയില്ല. മറിച്ച് ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തിൽ ഇത് വിശാലമായി പരിഗണിക്കേണ്ട കേസാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചായിരിക്കും ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുക. ഈ വിഷയത്തിൽ ഇപ്പോൾ BJPയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഈ കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകിയ ഹർജിയിൽ അഭിഭാഷകന് കൊടുത്തത് 2 കോടി രൂപയാണെന്നാണ്
കെ കൃഷ്ണദാസ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധിക ഭാരമാണെന്നും ആവശ്യമില്ലാതെയാണ് സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണെന്നും BJP ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ജാമ്യമില്ല. അരവിന്ദ് കേജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. 15 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഏപ്രിൽ 15 വരെ ഡൽഹി റോസ് അവന്യൂ കോടതി ഈ തീരുമാനം എടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, അങ്ങനെ വരുമ്പോൾ ഇനി ഡൽഹി മുഖ്യമന്ത്രിയെ തിഹാർ ജയിലിലേക്ക് മാറ്റേണ്ടി വരുമല്ലോ? തീർച്ചയായും മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. തിഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ED തൽക്കാലത്തേക്ക് ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് കഴിഞ്ഞ 7 ദിവസമായി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ പൂർണ്ണമായും നിസ്സഹകരിക്കുകയായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിൽ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഐഫോണിന്റെ പാസ്വേഡ് അടക്കം ലഭ്യമാക്കേണ്ടതുണ്ട്. അത് അരവിന്ദ് കെജ്രിവാൾ നൽകുന്നില്ല എന്ന് നേരത്തെ ED ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ ആപ്പിൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ ഐഫോണിന്റെ പാസ്വേഡ് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രതിപട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ ഐഫോണിൽ നിന്നും ഒപ്പം തന്നെ ഈ മറ്റ് ആളുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അന്ന് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നുള്ള ആവശ്യമാണ് ED മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നിലവിൽ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ അത് പരിഗണിക്കണമെന്നുള്ള ആവശ്യം കൂടി ED മുന്നോട്ട് വെച്ചിട്ടുണ്ട്. EDക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഇത് സംബന്ധിച്ച കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. അദ്ദേഹം തിഹാർ ജയിലിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 1 വർഷമായി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം തിഹാർ ജയിലിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഈ അറസ്റ്റും ഒപ്പം തന്നെ ജാമ്യവും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു അനുകൂല നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എങ്കിൽ ഒരു ദീർഘകാലത്തേക്ക് കൂടി, ഒരു അനിശ്ചിതകാലത്തേക്ക് കൂടി ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അവിടെ നിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരിയാണ് MG മിഥുൻ. അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം വൈകുകയാണ്. എന്തായാലും 15 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തിഹാർ ജയിലിലേക്ക് ഡൽഹി മുഖ്യമന്ത്രിയെ മാറ്റുകയാണ്. ഇന്ന് ശക്തമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കും എതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയുണ്ടായി. ആനി രാജയ്ക്കെതിരെ മത്സരിക്കുവാൻ രാഹുലിന് എങ്ങനെ തോന്നി എന്ന രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഇന്നലെ നടത്തിയ റാലി അത് കോൺഗ്രസിന് കൂടിയുള്ള ഒരു പാഠമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുമ്പോൾ കോൺഗ്രസിന് BJP അനുകൂല നിലപാടാണ് ഉള്ളതെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അരവിന്ദ് കേജ്രിവാളിനെ കൊടുക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായി തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വിമർശനം ഉന്നയിക്കുവാൻ തന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. അതാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അതുമാത്രമല്ല, CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് പിന്നിലായിരുന്നു എന്ന കാര്യവും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. മണിപ്പൂർ വിഷയത്തിലും രാഹുൽ ഗാന്ധിക്ക് നിലപാടില്ലായിരുന്നു എന്നും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ത്യ ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായൊരു മുന്നറിയിപ്പായിട്ടാണ് അത് മാറിയത്. ഇത് BJPക്കുള്ള താക്കീതായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസും ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം BJP അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ
പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ BJP വേട്ടയാടൽ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ BJP വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നതായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ. ഈ മദ്യനയ കേസ്, അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ്സാണ് വഹിച്ചത്. BJP ഇപ്പോൾ കാണുന്ന ED ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് കാണുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ കോൺഗ്രസും CPM-ഉം അനൌദ്യോഗിക സഖ്യത്തിലാണ് എന്നുള്ള BJP-യുടെ പ്രചാരണം ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് കോഴിക്കോട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CAA വിരുദ്ധ റാലിയിലും അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇന്നത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ അതിൽ കൂടുതലും കോൺഗ്രസ് വിമർശനങ്ങളായിരുന്നുവല്ലോ ഉണ്ടായിരുന്നത്. ഈ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പോലും അതിൽ കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളണം എന്ന രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയായിരുന്നല്ലോ മുഖ്യമന്ത്രി ചെയ്തത്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ഈ CAA വിരുദ്ധ പ്രക്ഷോഭം അത് കേരളത്തിൽ ഈ CAAക്കെതിരെയുള്ള റാലികൾ ശക്തമാക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. അവിടെയും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലും ആവർത്തിച്ച്. ഇതിൽ ഒന്ന്, കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ പല ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഘടകകക്ഷികളുടെ പുറത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ മേൽ വരുന്നത് പലപ്പോഴും കോൺഗ്രസിന്റെ നിലപാടുകൾ മൂലമാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇതിൽ ചൂണ്ടിക്കാട്ടിയത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ്. ഇതിൽ ഡൽഹിയിൽ സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ച് ആദ്യം രംഗത്തെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് കോൺഗ്രസ് ആണ്. പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് മനീഷ് സിസോദിയുടെ അറസ്റ്റിലേക്ക് കടന്നെങ്കിലും എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചതും കോൺഗ്രസ് ആണ്. അതേ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ മഹാസഖ്യത്തിന്റെ കീഴിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് റാലിയിൽ പങ്കെടുക്കുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ സമീപനം കൃത്യമായ സമീപനമാണ്. പക്ഷേ ആദ്യത്തെ സമീപനത്തെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കൃത്യമായ വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ചില സാഹചര്യങ്ങളിലേക്ക് കൂടിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടായാലും കരുവന്നൂരുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ പലപ്പോഴും ഈ കേസുകളുമായി മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നതും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിലുമൊക്കെ ഈ പരാതികളുമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത്തരത്തിൽ ഇവർ പരാതി നൽകുന്നു, പിന്നീട് ED കേസുമായി മുന്നോട്ട് പോകുന്നു, പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നു. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പാണ് ആദ്യം കോൺഗ്രസ് മാറ്റേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വമാണ്. അതിൽ CPI ഇന്ത്യ മുന്നണിയിൽപ്പെടുന്ന കക്ഷിയാണ്. ഇന്ത്യ മുന്നണിയിൽ വളരെ കാര്യമായി സഹകരിക്കുന്നവരാണ് CPM. പക്ഷേ അതേ മുന്നണിയോട് മത്സരിക്കാൻ എന്തിന് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു? ദേശീയ തലത്തിൽ BJP ആണ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. അവിടെ അങ്ങനെ BJPക്ക് കാര്യമായ സ്വാധീനമുള്ള സ്ഥലമല്ല കേരളം. ഇവിടെ സുരേന്ദ്രനെ തോൽപ്പിക്കാനാണോ രാഹുൽ ഗാന്ധി വരുന്നതെന്നും ചോദിക്കുന്നു. അതായത് കൃത്യമായ ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുള്ളത്. ഒന്ന്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക, മറ്റൊന്ന് രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കുക. ഈ രണ്ട് കാര്യത്തിലൂടെ നിലവിലുള്ള പ്രതിപക്ഷ സഖ്യത്തെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മഞ്ജുഷ്. ശരി അനീഷ്, എന്തായാലും അക്കാര്യങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരായ ഹർജിയിൽ കോൺഗ്രസിന് തൽക്കാലം ആശ്വാസം കിട്ടിയിരിക്കുകയാണ്. വലിയൊരു തുക ആദായ നികുതിയായി അടയ്ക്കണം എന്നുള്ള കാര്യം തൽക്കാലം കോൺഗ്രസിന് നിർവഹിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇക്കാര്യത്തിൽ ഇളവ് നൽകാമെന്നും തൽക്കാലം നടപടി സ്വീകരിക്കില്ലെന്നും
ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെ തൽക്കാലം ഒരു ആശ്വാസമാണ് ആദായ നികുതി വകുപ്പ് കേസിൽ ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇതിപ്പോൾ ഈ ആദായ നികുതി അടയ്ക്കണം 3500 കോടിയുടേതായിരുന്നുവല്ലോ ആവശ്യമുണ്ടായിരുന്നത്. അത് തൽക്കാലം വേണ്ട എന്നാണല്ലോ. പക്ഷേ ഈ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുമോ ഇങ്ങനെയൊരു ഉറപ്പ് കേന്ദ്രം നൽകിയത് വഴി? മഞ്ജുഷ് 3567 കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന് ലഭിച്ചത്. ഇന്നലെ മാത്രം 1745 കോടി രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ലഭിച്ചിരുന്നു. ഇന്ന് ഏതായാലും കോടതിയിൽ വന്നത് 2016 ഒരു കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നൽകിയ 2018 നൽകിയ അപ്പീലാണ്. ആ അപ്പീലിനൊപ്പമാണ് രണ്ട് അപേക്ഷ കൂടി കോൺഗ്രസ് നൽകിയത്. അതിലൊന്ന് ഡൽഹി ഹൈക്കോടതി അടുത്തിടെ കോൺഗ്രസിന്റെ ആവശ്യം തള്ളിയിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റേ വേണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. രണ്ടാമതായി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്, അതിലും ഒരു ഇടപെടൽ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. കോൺഗ്രസിന് വേണ്ടി ഹാജരായത് മനു അഭിഷേക് സിംഗ്വിയാണ്. അഭിഷേക് സിംഗ്വി വ്യക്തമാക്കിയ കാര്യം, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മറിച്ച് ഒരു ലാഭം ഉണ്ടാക്കുന്ന സംഘടനയല്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ കാലത്താണ് ഇത്തരം നോട്ടീസ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. 135 കോടി രൂപ ഇതിനോടകം തന്നെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു എന്ന കാര്യവും അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ആദായ നികുതി വകുപ്പിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളുന്നൊരു സമീപനമല്ല സ്വീകരിച്ചത്. മറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു തരത്തിലുള്ള നടപടിയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ആദായ നികുതി വകുപ്പ് ഈ പണം ഇപ്പോൾ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു നിലയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, മറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വിശദമായ വാദം തെരഞ്ഞെടുപ്പിന് ശേഷം കേൾക്കാമെന്ന നിലപാടാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സ്വീകരിച്ചത്. ഒപ്പം 3500 കോടി രൂപ കോൺഗ്രസ് അടയ്ക്കാനുണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ഇതേ തുടർന്ന് കോടതി ഈ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റ് വിഷയങ്ങളിലേക്ക് കോടതി ഏതായാലും കടക്കുകയും ചെയ്തിട്ടില്ല. ശരി രാകേഷ്, എന്തായാലും തൽക്കാലം കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആശ്വാസം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ആദായ നികുതി അടയ്ക്കേണ്ട, തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേക്കുറിച്ചുള്ള വാദം കേട്ടാൽ മതി എന്നാണ് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം, ഒരാൾ കൊല്ലപ്പെട്ടു. ഇത്തവണ പത്തനംതിട്ട പമ്പ വാലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഓട്ടോ ഡ്രൈവറായ ബിജുവാണ് കൊല്ലപ്പെട്ടത്. ശക്തമായ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി MP-യുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഈ സംഭവം ഉണ്ടായത് പമ്പ വാലിയിലാണ്. അവിടെ ഓട്ടോ ഡ്രൈവറായ ബിജു സമീപത്ത് ആന കൃഷി നശിപ്പിക്കുന്നത് കണ്ട് ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ചെന്നതായിരുന്നു. അപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടാകുന്നതും ബിജു കൊല്ലപ്പെടുന്നതും. കണമല ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പലതവണ വാക്കേറ്റമുണ്ടായി, പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ടായി. ഈ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ പതിവാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ദാരുണമായ സംഭവം. അങ്ങനെയാണ് ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ടത്. ശശി നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശി, ഇപ്പോഴും സ്ഥലത്ത് പ്രശ്നമുണ്ടോ? ആളുകൾ പ്രതിഷേധിക്കുകയാണോ? എങ്ങനെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഹലോ, കേൾക്കാമോ ശശി? എങ്ങനെയായിരുന്നു ഈ സംഭവം? ഇപ്പോഴും പ്രതിഷേധമാണോ? മഞ്ജുഷ, ഇപ്പോഴും ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് ചർച്ചയ്ക്ക് കൂടി DFIയുടെ തലത്തിൽ വിളിച്ചിട്ടുണ്ട്. DFIയും കളക്ടറും SP അടക്കമുള്ള MP അടക്കമുള്ള ആളുകൾ ഇപ്പോൾ DFIയുമായി ചർച്ച നടത്തുകയാണ്. കാരണം ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നും ആണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ചെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ നിലപാടിലാണ് ഇപ്പോൾ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉള്ളത്. ഏതായാലും കടമല ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഇത്തരമൊരു ചർച്ച നടക്കുന്നത്. ആ ചർച്ചയുടെ തങ്ങൾ ആവശ്യപ്പെട്ട ഡിമാൻഡുകൾ അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും പിന്മാറിയുള്ള നിലപാടിലാണ് ഇപ്പോൾ ഈ ജനപ്രതിനിധികളും നാട്ടുകാരും ഉള്ളത്. ഏതായാലും ഒരു ദാരുണമായ സംഭവം ഉണ്ടായ സ്ഥിതിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളൊരു മേഖലയാണ്. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷവും 2 പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ തുടർച്ചയായി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാട്ടാനയുടെയും അതുപോലെ തന്നെ വന്യജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ ഈ വനംവകുപ്പ് നേതൃത്വത്തിലുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് ഈ നാട്ടുകാർ നിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഡിമാൻഡ്, അതായത് പ്രധാനമായും ഈ മരണമടഞ്ഞ കുടുംബത്തിന് 50 ലക്ഷം രൂപ, ആദ്യം 10 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് പോരാ, 50 ലക്ഷം രൂപ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ മകന്, കൊല്ലപ്പെട്ട ബിജുവിന്റെ മകന്
ജോലി നൽകണമെന്ന ഒരു കാര്യം കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ശാശ്വതമായ പരിഹാരം, അതായത് ജനവാസ മേഖലയിലേക്ക് ഈ ഫെൻസിങ്, കാട്ടാന വന്യമൃഗങ്ങൾ കടക്കാരിക്കാൻ ഫെൻസിങ്ങും അതുപോലെ തന്നെ കിടങ്ങുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി ശശി, പത്തനംതിട്ട പമ്പ വാലിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. സംസ്ഥാനത്ത് ഇന്നും തീരദേശങ്ങളിൽ കടൽക്ഷോഭം ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല, പക്ഷേ പല സ്ഥലങ്ങളിലും കടലാക്രമണം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി കടൽക്ഷോഭം ഉണ്ടാവുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ കടലാക്രമണം ഉണ്ടായത്. ഇതേ സ്ഥലങ്ങളിൽ ഇന്നും ശക്തമായി തന്നെ കടലാക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, പല സ്ഥലങ്ങളിലും കടൽ കയറി വരികയായിരുന്നു, ബോട്ടുകൾ തകർന്നു. പലയിടങ്ങളിൽ നിന്നും ഇത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് സ്ഥലത്തേക്ക് കടൽ കയറി വരികയുണ്ടായി. ഈ ദൃശ്യങ്ങളിലും വ്യക്തമാണ് കടൽ കയറി വരുന്നത്. കള്ളക്കടൽ എന്നുള്ള പ്രതിഭാസം ആ രീതിയിലാണ് അറിയപ്പെടുന്നത് ഈ കടൽക്ഷോഭം. വേനൽക്കാലത്ത് സംഭവിക്കുന്ന ഒന്ന്. പക്ഷേ ഇത്തവണ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുവാനായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന് കഴിഞ്ഞില്ല എന്നതുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. കൊല്ലം തീരദേശത്തെ പല വീടുകളും ഏത് നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. കടലാക്രമണം ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ച് മുണ്ടക്കലിൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശ പാത ഉപരോധിച്ചു. തൃശൂർ പെരിഞ്ഞനത്ത് കടൽക്ഷോഭത്തിൽ 3 വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വലകൾ നശിച്ചു. നാശനഷ്ടം പരിഹരിക്കുന്നതിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 5 തെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. മറിഞ്ഞ വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയി. എന്താണ് സംസ്ഥാനത്തെ തീരദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളക്കടൽ പ്രതിഭാസം? എന്താണ് തീരദേശവാസികളുടെ പ്രതികരണം? ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ട് കാണാം. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മുതലാണ് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടാൻ തുടങ്ങിയത്. അത് മാത്രമല്ല, ഒരു മഴയോ മറ്റു കാറോ കോളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കടൽക്ഷോഭം ആരംഭിച്ചതെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1:30 ശക്തമായ തിരമാലകൾ വരികയും പിന്നീട് അത് തീരപ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറുകയുമായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പലയിടങ്ങളിലും മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ ഈ ഗവേഷണം നടത്തുന്ന ആളുകൾ, പഠനം നടത്തുന്ന ആളുകൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് രൂപപ്പെട്ട കാറ്റ്, ശക്തമായ കാറ്റാണ് ഏകദേശം 5000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നെത്തി പടിഞ്ഞാറൻ മേഖലയായ കേരളത്തിന്റെ തീരങ്ങളിൽ ഈ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാക്കാഴം ഭാഗത്ത് വീട് നഷ്ടപ്പെട്ട ഹൈർനിസയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായി സംഭവിച്ചത്? എന്തായിരുന്നു? ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പെരയുടെ ഒരു ഭാഗത്ത് നിരപ്പുള്ള ഒരു വരി കല്ലിടിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി 2:15 ആയപ്പോഴാണ് കിഴക്കാലെ പെണ്ണ് വന്നേച്ചും പറഞ്ഞ് വീട് വീണെന്നും പറഞ്ഞ് വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മൊത്തം പുറന്നോട്ട് വീണ് കിടക്കും. അതുകൊണ്ട് തന്നെ പല വള്ളങ്ങളുടെയും എഞ്ചിനുകൾക്കൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അന്ധകാര നഴി വരെ ഈ പ്രദേശം, അതായത് വലിയഴിക്കൽ ഭാഗത്തു നിന്ന് തുടങ്ങി അന്ധകാര നഴി വരെ ഈ പ്രദേശത്ത് ഈ പ്രശ്നമുണ്ട്. ഇന്നലെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാം വീടുകൾ പോയതാണ്, നഷ്ടപ്പെട്ടതാണ്. ഇതിന് അധികാരികൾ ഇതേവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനിയുള്ള വീടെങ്കിലും പോകരുതെന്ന് കരുതിയിട്ട് ആരും അവരൊരു നടപടിയും ചെയ്യുന്നില്ല. അവർ ഈ 10 ലക്ഷം രൂപയുടെ കാര്യം പറയുക. ആ 10 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ സ്ഥലമൊന്നും കിട്ടത്തില്ല, എങ്ങും കിട്ടാൻ മാർഗ്ഗമില്ല. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേക്കൊക്കെ സ്ഥലം പോയ കാരണം ഇനിയിപ്പോൾ തീരദേശ റോഡിന് അതിന് സ്ഥലം പോകുന്നു. അത് കാരണം പാവപ്പെട്ടവർ അപ്പം 3 ലക്ഷം 3.5 ലക്ഷം രൂപയിൽ കുറഞ്ഞൊരു സെന്റ് സ്ഥലമില്ല. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ പറയുന്നത് ഈ ഭാഗത്ത് കൃത്യമായ ഒരു സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് തുടർന്നുള്ള വീടുകളെ കൂടി ഭീതിയിലാഴ്ത്തിക്കൊണ്ടുള്ള രീതിയിൽ കടൽക്ഷോഭം രൂക്ഷമാകാൻ കാരണമെന്നാണ് ഈ കാക്കാഴത്തെ ആളുകൾ വ്യക്തമാക്കുന്നത്. കേരള തീരത്ത് ഇന്നും കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബീച്ചിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ തിരയിലും കടലാക്രമണത്തിലുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. ബ്രിഡ്ജിന്റെ പല ഭാഗങ്ങളും തീരത്ത് വേർപെട്ട് കിടക്കുകയാണ്. രാവിലെ ബീച്ചിൽ നടക്കാനെത്തിയവരാണ് ബ്രിഡ്ജ് തകർന്നു കിടക്കുന്നത് കണ്ടത്. 2023 ജനുവരിയിൽ സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യം
പെരുമൽ ഭാഗത്ത് സ്ഥാപിച്ച ബ്രിഡ്ജ് കൂടുതൽ സുരക്ഷ കണക്കിലെടുത്ത് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. എന്നാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതല്ലെന്നും കടൽക്ഷോഭം കാരണം അഴിച്ചു മാറ്റിയതാണെന്നും DTPC സെക്രട്ടറി ജിജേഷ് കുമാർ പറഞ്ഞു. വ്യവസായ മന്ത്രി P. രാജീവിന്റെ ചില പ്രതികരണങ്ങൾ കർണാടക സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കർണാടകത്തിൽ വെള്ളത്തിന് ക്ഷാമം ഉള്ളതുകൊണ്ട് ബംഗളൂരുവിലെ IT കമ്പനികളോട് കേരളത്തിൽ വന്ന് സ്ഥാപനം തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാന വ്യവസായ മന്ത്രി P. രാജീവ്. എന്നാൽ ഇതിനെതിരെ കർണാടക വ്യവസായ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം ഒരു പരാമർശം കേരളത്തിന്റെ വ്യവസായ മന്ത്രി നടത്തിയത് ശരിയായില്ല എന്ന് കർണാടക വ്യവസായ മന്ത്രി പറഞ്ഞു. IT കമ്പനികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തതിനെതിരെയാണ് മന്ത്രി MP പാട്ടീൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. കേരള വ്യവസായ മന്ത്രിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. കുടിവെള്ള പ്രശ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും, അത് കേരളത്തിലും ഉണ്ടാകാറുള്ളതാണ്. അതിന്റെ പേരിൽ ബംഗളൂരുവിലെ IT കമ്പനികളെ കേരളത്തിലേക്ക് വിളിക്കുന്നത് ശരിയല്ല എന്ന് YB പാട്ടീൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. It's in a very bad taste. It's a very immature thing. What if at all he has done it? If he has written a letter, it is very immature and it's a very bad taste. Today, the entire world, not only India, the entire world, most of the countries and most of in India also, most of the states are reeling with this drought-like situation. So during this time, let the minister, Kerala minister, he have a investors meet. He invite people for industries in Kerala, but he mentioning that we'll give you water. There is no water in Karnataka. Is in a very bad taste. Not in the right spirit of the democratic setup. Let me remind him also that lakhs of people, Kerala's employees, they come and young boys and girls. There are brothers and sisters. They come and work here. കേരളവും കർണാടകവുമായി IT കമ്പനികളെ ചൊല്ലി ഇപ്പോൾ പോര് ആയിരിക്കുകയാണ്. കർണാടക വ്യവസായ മന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. നേരത്തെ കേരളത്തിന്റെ വ്യവസായ മന്ത്രി P. രാജീവ് നടത്തിയ പരാമർശമാണ് കർണാടക സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. IT കമ്പനികളോട് കേരളത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു മന്ത്രി P. രാജീവ്. കഴിഞ്ഞ ദിവസമാണ് P. രാജീവ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ കർണാടക വ്യവസായ മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് BJP ഇതൊരു വിഷയമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നത എന്ന രൂപത്തിലും BJP അവതരിപ്പിക്കുന്നുണ്ടല്ലോ കർണാടകത്തിൽ. ഇതിന് ഇപ്പോൾ കർണാടക വ്യവസായ മന്ത്രി നടത്തിയ പ്രതികരണത്തിന് P. രാജീവ് എന്തെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ? P. രാജീവ് മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ഇതേ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിയോട് അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണവും അതുതന്നെയാണ്. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വിഷയമാകുകയാണ് ഈ പശ്ചാത്തലത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, അത് ചർച്ചയാക്കുന്നത് BJP കേന്ദ്രങ്ങളാണ്. കാരണം കർണാടകത്തിലും കേന്ദ്രത്തിലും ഇന്ത്യ മുന്നണിയിലെ രണ്ട് സർക്കാരുകളാണ്. കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരും കേരളത്തിൽ CPM സർക്കാരും. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ നേതൃത്വം നൽകുന്ന സർക്കാരുകൾ തമ്മിൽ ഭിന്നത എന്ന തരത്തിലേക്കാണ് ദേശീയ തലത്തിൽ BJP ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കേരളത്തിൻ്റെ IT സെക്ടറിലെ വികസനവും ഇതിൽ കേരളത്തിൽ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയും അടക്കം രാജീവ് പരാമർശിച്ചത്. ഇതിനിടയിലാണ് ബംഗളൂരു നഗരത്തിൽ വലിയ കുടിവെള്ളക്ഷാമമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ IT കമ്പനികൾക്ക് കേരളത്തിലേക്ക് സ്വാഗതം, ഇവിടെ ഏറ്റവും വലിയ അവസരവും അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് എന്നതായിരുന്നു മന്ത്രി നടത്തിയ പ്രസ്താവന. ഇതിനെതിരെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ രംഗത്ത് വരുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതാണ്: ഈ ഇത്തരമൊരു പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ പേരിൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ നിരവധി യുവാക്കൾ ജോലി ചെയ്യുന്ന ഇടമാണ് ബംഗളൂരു. അത് മനസ്സിലാക്കി വേണം മന്ത്രി പ്രസ്താവന നടത്താൻ. മന്ത്രിയുടെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് കർണാടകയിലെ വ്യവസായ മന്ത്രി. ഇതിപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമായി പോയി എന്നാണോ ഇപ്പോൾ? താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് P. രാജീവിന് നിലപാടുണ്ടോ? കേരളത്തിൽ അനുകൂല സാഹചര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്താം എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇതിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പോരല്ല, അതിൽ ആശയക്കുഴപ്പം ഉണ്ടാവേണ്ടതില്ല. മറിച്ച് കേരളത്തിൽ എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും കേരളത്തിലേക്ക് സ്വാഗതം എന്നൊരു പൊതു നിലപാടാണ് ഇതുമായി. പക്ഷെ അവിടെ ഈ വെള്ളമില്ലാത്തതിന്റെ പേരിൽ, കർണാടകത്തിൽ വെള്ളത്തിന് ക്ഷാമമുള്ളത് കൊണ്ട് കമ്പനികൾക്ക് കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്താം എന്നാണോ രാജീവ് ഉദ്ദേശിച്ചത്? അതോ ഇവിടെ വെള്ളവും വൈദ്യുതിയും ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാം, ഇങ്ങനെ പറഞ്ഞത് തെറ്റായ രീതിയിൽ, കർണാടകത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വരാം, ആ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നാണോ ഇപ്പോൾ രാജീവിന്റെ നിലപാട്? അങ്ങനെ അദ്ദേഹം വിശദീകരിക്കുമോ?
കുടിവെള്ളക്ഷാമത്തിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വരാം എന്നൊരു നിലപാട് എടുത്തിട്ടില്ല എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. മറിച്ച് ഇവിടെ ഏറ്റവും അനുകൂല സാഹചര്യങ്ങളുണ്ട്, കുടിവെള്ളമുണ്ട്, ജലദൗർബല്യമില്ല, ഒപ്പം വൈദ്യുതിയുണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ എല്ലാവർക്കും സ്വാഗതം എന്നതാണ് പറഞ്ഞു എന്നതാണ് മന്ത്രി നേരിട്ട് വിശദീകരണം നൽകുന്നില്ലെങ്കിൽ കൂടിയും മന്ത്രിയുടെ അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. ഇതേ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. മറിച്ച് ഒരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ കർണാടകയിലെ മോശം സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് കേരള സർക്കാർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർണാടകവും കേരളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരിന് ഇടയാക്കിയിരിക്കുകയാണ് മന്ത്രി പി രാജീവിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കർണാടക വ്യവസായ മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യത്തിൽ പുനരന്വേഷണം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം സമസ്ത മുഖപത്രത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ്. RSSകാർ പ്രതികളാകുന്ന കേസിൽ പ്രത്യേക താൽപ്പര്യം എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റിയാസ് മൗലവി വധക്കേസ് എന്നും സമസ്ത നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. റിയാസ് മൗലവി വധക്കേസിൽ കൃത്യമായ നിലപാടാണ് പോലീസ് എടുത്തത്. തുടക്കം മുതൽ തന്നെ അത് FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ അവസാനം പ്രോസിക്യൂഷൻ ഈ കേസ് വാദിക്കുന്നതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല, പക്ഷേ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കരുതലോടെ തന്നെ മുന്നോട്ട് പോകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിയാസ് മൗലവിയുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എല്ലാ ഘട്ടത്തിലും അംഗീകരിച്ചിരുന്നു. അത് വെച്ചുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ചതും പ്രോസിക്യൂട്ടറെ തീരുമാനിച്ചതും എന്നുള്ള കാര്യങ്ങളും ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ റിയാസ് മൗലവി വധക്കേസും ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കാണാം. റിയാസ് മൗലവി വധക്കേസിൽ RSS പ്രവർത്തകരായ 3 പ്രതികളെയും വെറുതെ വിട്ട വിധിയിലാണിപ്പോൾ രാഷ്ട്രീയപരമായ വലിയ ചർച്ച നടക്കുന്നത്. ഈ സംഭവത്തിൽ സർക്കാരും അതുപോലെ തന്നെ CPM-ഉം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. എന്തായാലും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം വിധി ഞെട്ടലുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത്. ഞങ്ങൾ മൗലവിയോടൊപ്പം തന്നെയാണ് നിൽക്കുക, ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് നിൽക്കുക. ആവശ്യമായ രീതിയിലുള്ള ഫലപ്രദമായ സഹായം ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിനും വീഴ്ചയുണ്ടായി എന്നും പറയുന്നു. എന്തായാലും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും VD സതീശൻ പറയുകയുണ്ടായി. അത്തരത്തിൽ ഇത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാക്കി കൊണ്ടുവരാനാണ് UDF ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പുനരന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പോലീസിനും പ്രോസിക്യൂഷനും തമ്മിൽ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് കാസർഗോഡ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സർക്കാരിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. അത് ചെയ്യുന്നില്ല. ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവും. ഇനി കാസർഗോഡ് ഇങ്ങനെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ അനുവദിക്കില്ല. വരും ദിവസങ്ങളിലും വിഷയം സജീവമായി ചർച്ചയാക്കാനാണ് UDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് ഇത് സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപ്പെടെ പുറത്തു വരുന്നത്. എന്തായാലും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും രൂക്ഷ വിമർശനമാണ് സർക്കാരിനും ഒപ്പം പോലീസിനും പ്രോസിക്യൂഷനും എതിരെ വന്നത്. എന്തായാലും ഇത് പോലീസും പ്രോസിക്യൂഷനും വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും നാളെ റിയാസ് മൗലവിയുടെ ഭാര്യ സൗദ, സഹോദരൻ, ഒപ്പം ആക്ഷൻ കമ്മിറ്റി ഇവരുടെ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇവരുടെ ഭാവി പ്രവർത്തനങ്ങൾ, ഇത് സംബന്ധിച്ച് ഭാവി പരിപാടികൾ ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും. എന്തായാലും ഇതിൽ അപ്പീൽ പോകാൻ സർക്കാർ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് എന്തായാലും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിധിയിൽ ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ LDF-നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുമ്പോൾ ഈ വിഷയം സജീവ ചർച്ചയാക്കാനാണ് UDF-ഉം ഇപ്പോൾ ശ്രമിക്കുന്നത്.
ഇക്കാര്യത്തിൽ അല്പസമയം മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. വീഴ്ച ഉണ്ടായതിനു ശേഷം എല്ലാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല റോഡുകളും അറ്റകുറ്റപ്പണികൾക്കായി പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് കാരണം വലിയ ഗതാഗത പ്രശ്നമാണ് നഗരത്തിൽ ഉണ്ടായത്. സ്മാർട്ട് റോഡുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണി നടന്നു വന്നിരുന്നത്. ഒടുവിൽ ഒരു റോഡ് കൂടി സ്മാർട്ടായി എന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഈ റോഡ് തുറന്നു കൊടുക്കുകയും ചെയ്തു. സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡാണ് സ്മാർട്ടായത്. തലസ്ഥാനവാസികളുടെ ദുരിതത്തിന്, യാത്രാ ദുരിതത്തിന് ഒരല്പം ആശ്വാസമായിരിക്കുന്നു. ഒരു റോഡ് കൂടി, സ്മാർട്ട് റോഡുകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയ ഒരു റോഡ് കൂടി ഇന്ന് യാത്രയ്ക്ക് തുറന്നു കൊടുത്തു. നമുക്ക് ഇവിടെ സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡാണ്. വളരെ പ്രധാനപ്പെട്ട റോഡായിരുന്നു. നവംബർ 12 കൂടിയാണ് ഈ റോഡ് ഇവിടെ നിർമ്മാണത്തിന് വളരെ പെട്ടെന്ന് ഒരു അറിയിപ്പും കൂടാതെ അടച്ചിടുകയായിരുന്നു. പിന്നീട് ഇത്രയും മാസങ്ങൾ ശരിക്കും ഒരു ദുരിത ജീവിതം തന്നെയായിരുന്നു ഇവിടെയുള്ള നാട്ടുകാർക്ക്. ഈ റോഡ് ജനറൽ ആശുപത്രിയിലേക്കും അതുവഴി മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഇടറോഡ് കൂടിയായിരുന്നു. അവിടെയാണ് ഈ വളരെ പൂർണ്ണമായും റോഡ് അടച്ചിട്ടുകൊണ്ടുള്ള പണി നടന്നത്. ഇപ്പോഴും പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഫുട്പാത്തൊക്കെ ഇനിയും പണി പൂർത്തിയാക്കാനുണ്ട്. എങ്കിലും ഈ റോഡ് ഗതാഗതം തുറന്നു കൊടുത്തത് വലിയ ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത്, ഇവിടെ യാത്രക്കാർക്കുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ ഇവിടുത്തെ കച്ചവടക്കാരും ഒക്കെ വലിയ ദുരിതത്തിലായിരുന്നു. ഏതാണ്ട് 6 മാസത്തെ ഒരു കാത്തിരിപ്പ് റോഡ് തുറന്നു കിട്ടി. എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം. എത്രത്തോളം ബിസിനസിനെയൊക്കെ ബാധിച്ചിരുന്നു ഇത്? ബിസിനസ്സിനൊക്കെ ഏകദേശം ഒരു 75% ബാധിച്ചു. ഇനി അത് ഒരു പുതിയ സ്ഥാപനം തുടങ്ങി എത്രത്തോളം ഉന്മേഷത്തോടെ എടുക്കാൻ പറ്റും, ഇങ്ങനെ പണിയെടുക്കണം. അത് തന്നെ റോഡ് തുറന്നു കിട്ടും. ആശ്വാസം. ഈ വഴിയാത്രക്കാരും റോഡ് മാർഗം ഓപ്പണായതിന്റെ ഇതിൽ ചെറിയൊരു ആശ്വാസം. ഇവിടുത്തെ കച്ചവടക്കാർ ഏകദേശം അദ്ദേഹം പറഞ്ഞ 70% കച്ചവടം ഇല്ലാത്ത അവസ്ഥ. അങ്ങോട്ടൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പൂർണ്ണമായും ആളുകൾ അവിടെ പോകാത്തൊരവസ്ഥ ഉണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വലിയ ദുരിതം. എങ്ങനെയുണ്ട് ഇപ്പം? വളരെ ബുദ്ധിമുട്ട് തന്നെ. എല്ലാ മേഖലകളിലും, നമ്മൾ മാത്രമല്ല എല്ലാ മേഖലകളും വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പം എല്ലാം മാറുമെന്ന് വിശ്വസിക്കുന്നു. റോഡ് തുറന്ന് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കുമെന്ന് തോന്നുന്നു. നമുക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതുവഴി പോകാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ ഒരു വലിയൊരു ആശ്വാസമായി. ഇനിയിപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആളുകളൊക്കെ ശരിക്കും ഈ റോഡ് മാത്രമല്ല പല റോഡുകളും ഇങ്ങനെ കിടക്കുകയാണ്. ആളുകൾ ഓട്ടോറിക്ഷ കയറുന്ന ആളുകളുടെയൊക്കെ ഒരു സമീപനം എങ്ങനെ? അവർക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല. റോഡ് എല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കണം. അപ്പൊ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വഴുതക്കാട് ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ട്രെയിനിന് സമയമായി പോകണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവിടാൻ പറ്റൂല. റോഡിന്റെ അവസ്ഥ ഇതല്ലേ. എല്ലാ റോഡുകളും എത്രയും പെട്ടെന്ന് നന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇത്. ഈ റോഡ് ജനറൽ ആശുപത്രി നമുക്ക് കാണാം. ഇപ്പോൾ ഇതുവഴി ഗതാഗതം തുറന്നു കൊടുത്തു. വൺ വേ ആണ്. ഇവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള വൺ വേ റോഡാണ്. 4 ദിവസമായിട്ട് മറ്റു വാഹനങ്ങളും ഇതുവഴിയൊക്കെ കടന്നു വരുന്നുണ്ട്. ഇതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെ ഇതിന് ഇടറോഡുകളുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. അവിടെയും ബാക്കിയുള്ള പണികൾ നടക്കുന്നുണ്ട്. പൈപ്പ് കുടിവെള്ള കണക്ഷനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുടിവെള്ള കണക്ഷനും അതുപോലെ മറ്റ് കണക്ഷനുമൊക്കെ പലയിടത്തും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവിടെയുമൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ്. ഇവിടുത്തെ നിരവധി വീടുകളും ഈ ഭാഗത്തുള്ളതാണ്. അവിടെയൊക്കെ ഇനി അതിന്റെ പണികളൊക്കെ പൂർത്തിയാകാറുണ്ട്. ഇത് മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് വഞ്ചൂരിലേക്കുള്ള റോഡ്, 2 സ്കൂളുകളാണ് ഈ ഭാഗത്തുള്ളത്. സ്കൂളുകളിലെ കുട്ടികളൊക്കെ വലിയ ദുരിതമാണ് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചത്. ഏതായാലും ഇനി ആ വഞ്ചൂരിലേക്കുള്ള റോഡ് ഇവിടെ പണി പൂർത്തിയാകാനുണ്ട്. വഴുതക്കാട് ഭാഗത്തെ റോഡ് പണികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എല്ലാം ഏപ്രിൽ 15 മുമ്പ്, നേരത്തെ മാർച്ച് 31 മുഴുവൻ റോഡുകളും പണി പൂർത്തിയാക്കി ഗതാഗതം തുറന്നു കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിയത്. പക്ഷേ അത് സാധ്യമായിട്ടില്ല. ഇനിയും ഇപ്പോൾ ഏപ്രിൽ 15 ഒരു ഡെഡ്ലൈനാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. നിരവധി റോഡുകൾ ഇനിയും നഗരത്തിൽ തെക്കാട് അതുപോലെ വഴുതക്കാട് ഭാഗങ്ങളിലുള്ള റോഡുകളൊക്കെ തന്നെ ഇനിയും പണി പൂർത്തിയാക്കണം. അതുകൊണ്ട് അതെല്ലാം ഈ നല്ല നിലവാരത്തിലാണ് ഈ റോഡ് കാണുമെന്ന് നമുക്ക് മനസ്സിലാകും. ഈ നിലവാരത്തിൽ സ്വാഭാവികമായും പണി പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ നഗരത്തിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകൂ. യാത്രക്കാർക്ക് മാത്രമല്ല, ബിസിനസ് നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകൾ പോകുന്ന കുട്ടികളുണ്ട്, ആശുപത്രികളിലേക്ക് പോകുന്ന പ്രധാന വഴിയാണ്. അവർക്കൊക്കെ ആശ്വാസമാകണമെങ്കിൽ ഈ പണികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് ഏപ്രിൽ 15 മുഴുവൻ റോഡുകളുടെ പണി പൂർത്തിയാക്കി സ്മാർട്ട് റോഡുകൾ തുറന്നു കൊടുക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്, ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. എറണാകുളത്ത് മരത്തിൽ കയറി തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണി. ഹൗസിംഗ് ബോർഡിലെ പിരിച്ചുവിടപ്പെട്ട കരാർ തൊഴിലാളിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഈ വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് പത്തനംതിട്ട പമ്പാവാലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോൾ വനം മന്ത്രിയുടെ പ്രതികരണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്.
എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിൽ നിന്നും വന്യജീവികൾ പുറത്തു വരാതിരിക്കാനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴുള്ള അടിയന്തര നടപടി, പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള ശാശ്വത നടപടി, ഇത് രണ്ടുമാണ് ഗവൺമെന്റ് സമാന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഫെൻസിങ്ങുകൾ ഉൾപ്പെടെ, റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ആ പ്രവർത്തനങ്ങൾക്കിപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. നോർത്തേൺ സർക്കിളിലെയും സെൻട്രൽ സർക്കിളിലെയും ജില്ലകളിൽ ടെൻഡർ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടെൻഡർ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ചെയ്താൽ അത് ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ ചെയ്യുന്നുണ്ട്. വകുപ്പിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലാണ് യഥാസമയം ഇടപെടുന്നതിന് സഹായകമായ ഒരു നിലപാട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വന്യജീവി ആക്രമണത്തെ കേരളത്തിൻ്റെ സവിശേഷത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ ഉത്തരവിൻ്റെ പരിധിയിൽ വരുത്തിയത്. വന്യജീവികളുടെ ആക്രമണം പ്രകൃതി ദുരന്തമായി കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇന്ന് കണ്ടിട്ടുണ്ട്. മറ്റാരും എത്തുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറാണ് 6 മണിക്ക് അവിടെ എത്തിയത്. ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം എത്തുമ്പോഴേക്ക് മാത്രമാണ് വനംവകുപ്പുകാരും എത്തിയിട്ടുള്ളത്. അപ്പോൾ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനത്തിനാണ് ഗവൺമെൻറ് ശുഷ്കാന്തി കാണിക്കുന്നത് എന്നതിൻ്റെ പുതിയൊരു തെളിവാണത്. രണ്ടാമത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജീവനക്കാരുടെ സജീവ സാന്നിധ്യമാണ്. അവർ രാപ്പകലില്ലാതെ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കമ്മിറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുന്നത് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയായിട്ടാണ് ഇപ്പോൾ വീക്ഷിക്കുക. പ്ലാപ്പള്ളിയിലുണ്ടായിട്ടുള്ളത് ഈ സംഭവങ്ങളൊരു തുടർച്ചയായിട്ടാണ്. ജില്ലാ കളക്ടർ തന്നെ എത്തുകയും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീമതി വീണ ജോർജ് വീട്ടിൽ പോവുകയും ബന്ധുക്കളെയും അയൽവീട്ടുകാരെയും സന്ദർശിച്ച് സംഭാഷണങ്ങൾ നടത്തി ആ വീട്ടുകാർക്ക് പരാതിയില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നഷ്ടപരിഹാര തുക ആദ്യ ഗഡു നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നെ അറിയിച്ചത്. അതെനിക്ക് ഈ അവസരത്തിൽ അനൗൺസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് വനം മന്ത്രി പറയുന്നത്. എറണാകുളത്ത് മരത്തിൽ കയറി തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണി. ഹൗസിംഗ് ബോർഡിലെ പിരിച്ചുവിടപ്പെട്ട കരാർ തൊഴിലാളിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. റിലേ സത്യാഗ്രഹ സമരത്തിനിടയിലാണ് പള്ളുരുത്തി സ്വദേശി സൂരജ് മരത്തിൽ കയറിയത്. നവമി ദിനേശിന്റെ റിപ്പോർട്ട് കാണാം. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിലാണ് സൂരജിനെ
പോലീസും ഫയർഫോഴ്സിന്റെയും അനുനയ നീക്കത്തിനൊടുവിൽ താഴെ ഇറക്കിയത്. കഴിഞ്ഞ 8 ദിവസമായി ഇവർ ഇവിടെ ഒരു റിലേ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഭവന നിർമ്മാണ ബോർഡിലെ ക്ലീനിംഗ് സെക്യൂരിറ്റി സ്റ്റാഫുകളാണ്. ഇവരെ പിരിച്ചുവിട്ടതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ ഇവിടെ കഴിഞ്ഞ 8 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു കാരണം ഈ നവകേരള സദസ്സിൽ ഇവരൊരു അപേക്ഷ നൽകിയിരുന്നു. അതിൽ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ വേതനം മിനിമം വേതനമാക്കി ഉയർത്തണമെന്നതാണ്. ഇപ്പോൾ ഇവരുടെ വേതനം 300 രൂപയാണ്. 12 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരുടെ ഈ 300 രൂപ എന്നുള്ളത് 100 രൂപയും കൂടി കൂട്ടി 400 രൂപ, ഈ 12 പേർക്കും 400 രൂപ മിനിമം വേതനം നൽകണമെന്നൊരു അപേക്ഷയാണ് ഇവർ നവകേരള സദസ്സിൽ സമർപ്പിച്ചത്. പക്ഷേ ഇത് സർക്കാരിന്റെ നവകേരള സദസ്സിൽ, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയത് അല്ലെങ്കിൽ അപേക്ഷ നൽകിയതാണ് ഈ ഇവിടെയുള്ള ബോർഡ് അംഗങ്ങളെ, ചെയർമാനെ അടക്കം പ്രകോപിപ്പിച്ചത്. ഇത്തരത്തിലൊരു പരാതി നൽകിയത് തങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് ഹൌസിംഗ് ബോർഡിന്റെ ചെയർമാൻ പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുകയും പിന്നീട് നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്തത്. നവകേരള സദസ്സിൽ ശമ്പള വർധനവിന് വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവര് തന്ന മറുപടി ഞങ്ങൾക്ക് അതിന് മാത്രം ഇതില്ല, വരുമാനമില്ല, എള്ള തൊഴിലാളികളെ പിരിച്ചുവിടാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് മറുപടി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടെ മാനേജിംഗ് കമ്മിറ്റി കുറെ നാളായിട്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു മാനേജിംഗ് കമ്മിറ്റി തയ്യാറാക്കുകയും പിന്നീട് ഞങ്ങളെ പിരിച്ചുവിടൽ നോട്ടീസ് തരികയാണ് ചെയ്തത്. എല്ലാവർക്കും 12 പേർക്കും തന്നു. ചെയർമാനും മന്ത്രിയുടെ PM ഇവിടെ സാറ് പോലീസിന്റെ മേലുദ്യോഗസ്ഥർ സംസാരിച്ചിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചർച്ച, നമ്മുടെ സൗകര്യപ്രദമായ ദിവസം ചർച്ച നടത്തിയിട്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പലതവണ ചെയർമാനെ കണ്ട് തങ്ങളുടെ ആവശ്യം ഇതാണ്, ഇത് പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലൊരു നടപടി ഒന്നും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. കഴിഞ്ഞ 8 ദിവസമായുള്ളൊരു ഇവരുടെ ഒരു സത്യാഗ്രഹ സമരം, അതിനെ തുടർന്നാണ് എറണാകുളം സ്വദേശിയായ സൂരജ് ആത്മഹത്യാ ഭീഷണിയുമായി എത്തി ഈ സമരം നടക്കുന്നതിനടുത്തുള്ളൊരു മരത്തിൽ കയറിയത്. മണിക്കൂറുകൾ ആയിരുന്നു ഈ ജീവനക്കാരും എല്ലാവരും കൂടി ചേർന്ന് സൂരജിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. മന്ത്രിയുടെ PAയുമായി ഇവർ സംസാരിച്ചു. തുടർന്നാണ് മന്ത്രിയുടെ PA ഉറപ്പ് നൽകിയത്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഈ വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുമായി ചർച്ച നടത്തും. ഇവരുടെ ചർച്ച നടത്തിയ ശേഷം ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള ഉറപ്പ് ഇവർക്ക് നൽകി. അതിനെ തുടർന്നാണ് സൂരജിനെ താഴെ ഇറക്കിയത്. എന്തായാലും കഴിഞ്ഞ 8 ദിവസമായി ഇവർ ഒരു സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും ഒരു പ്രതികാര നടപടി, അതും നവകേരള സദസ്സിൽ പരാതി നൽകി അപേക്ഷ നൽകി എന്നതിന്റെ പേരിൽ ഇത്തരത്തിൽ ഇവരെ പിരിച്ചുവിടുന്ന ഒരു നടപടികളിലേക്ക് കടന്ന ബോർഡിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവർ നടക്കുന്നത്. ഇനിയും ഈ ഒരു തീരുമാനത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ സമരം കടുപ്പിച്ച് കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരരുതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആനി രാജയ്ക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ ആനി രാജയെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചതാണ്. എന്നിട്ടും എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ആനി രാജയ്ക്കെതിരെ മത്സരിക്കാൻ തോന്നിയതെന്നും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റും. അല്ല, BJPയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റും. ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട്
പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ. ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനിരാജിയെ കാണാനുണ്ടല്ലോ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6350, പവന് 50,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5315, പവന് 42,520. വെള്ളി ഗ്രാമിന് 81, കിലോയ്ക്ക് 81,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോർട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.